നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീന വേഴ്സസ് കാനഡ കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരം കളി എങ്ങനെയുണ്ടായിരുന്നു? അർജന്റീന 2-0 ജയിച്ചു. പലരുടെ വിശകലനങ്ങളും വിശദീകരണങ്ങളും അനാലിസിസും ഒക്കെ നമ്മളിപ്പോൾ കേട്ട് കഴിച്ചു. അങ്ങനെ അനാലിസിസിന് മാത്രമായിട്ട് കോളങ്ങൾ നിരത്തുന്നവരെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെതൊക്കെ നമ്മൾ കണ്ടു കേട്ടു. വിയർത്ത് കുളിച്ച് അർജന്റീന ജയിച്ചു എന്നൊക്കെ പലരും പറയുന്നത് കണ്ടു. എന്നാൽ അർജന്റീന നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, അവസരങ്ങൾ മിസ്സാക്കിയതാണ് പ്രശ്നമായത് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. എന്തൊക്കെയായാലും ഏറ്റവും നല്ല രൂപത്തിൽ ഇത് വിശകലനം ചെയ്യാൻ പറ്റുന്നയാളാരാ? കളിക്കളത്തിൽ നിന്ന ലിയോ മെസ്സിയാണ്. മെസ്സി ഈ കളിയെക്കുറിച്ച് എന്തു പറയുന്നു? അദ്ദേഹത്തിൻ്റെ വിശകലനം എന്താണ്? കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്കൊന്ന് പോവുകയാണ്. അർജന്റീനയ്ക്ക് 65% ബോൾ പൊസിഷനും കാനഡയ്ക്ക് 35% ബോൾ പൊസിഷനുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അർജന്റീന ഉദ്ദേശിച്ച പോലെ അങ്ങ് ഗോളുകളിലേക്ക് അവർക്ക് പോകാൻ പറ്റിയില്ല. അവസരങ്ങൾ ഉണ്ടായിട്ടും അടിക്കാൻ കഴിയാതെ പോയി. ഇതിനെക്കുറിച്ചൊക്കെ മെസ്സി പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബോൾ കൈവശം വെക്കുമ്പോഴും ഒരു പേഷ്യൻസ് ആവശ്യമായിരുന്നു. അത് ഒരു ഭാഗത്ത് നിന്ന് ഒരു പാർശ്വത്തിൽ നിന്ന് മറു ഭാഗത്തേക്ക് മാറ്റുക, അങ്ങനെ നീക്കങ്ങൾ നടത്തുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇന്നത്തെ മത്സരം സ്പേസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളൊരു മത്സരമായിരുന്നു. ഞങ്ങളുടെ മിക്ക എതിരാളികളും ഇപ്പോൾ ഞങ്ങൾക്കെതിരെ ഇങ്ങനെയാണ് കളിക്കുന്നത്, വ്യത്യസ്തമായ രൂപത്തിൽ അവർ കളിക്കും. സോ നമ്മുടെ ആ ഒരു പേഷ്യൻസ് നമ്മൾ നിലനിർത്തുക, കളി കൺട്രോൾ ചെയ്യുക, കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിനാണ് ശ്രമിച്ചതും. അപ്പോൾ കാനഡയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കറിയാമായിരുന്നു ഇതൊരു ടഫ് മത്സരമായിരിക്കും, വളരെ ഫിസിക്കലായിട്ടുള്ള ഒന്നായിരിക്കും. ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ സ്പേസ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ലക്കിലി സെക്കൻഡ് ഹാഫിൽ ക്വിക്കിലി ഞങ്ങൾക്ക് ആ ഗോൾ കണ്ടെത്താൻ പറ്റി. ബട്ട് എന്നിട്ടും മത്സരം ബുദ്ധിമുട്ടേറിയത് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോഴും എനിക്ക് അതിലേക്ക് കൂടുതൽ പറയാനില്ല. നമുക്കറിയാമായിരുന്നു ഈ രൂപത്തിലാണ് ഇവിടെ കളിക്കേണ്ടി വരിക, കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്, എതിർ ടീം ആ രൂപത്തിൽ കളിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഫിസിക്കലി ടഫ് ടീമാണ്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ടീമാണ്, വളരെ ഇൻറ്റൻസ് പ്ലേയേഴ്സ് അവർക്കുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വിജയിച്ചു തുടങ്ങുക എന്നുള്ളതായിരുന്നു. അതിന് ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. ഫസ്റ്റ് വിക്ടറി. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഹാഫിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ടും ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ഗ്രൗണ്ടും അത്രയധികം സഹായകരമായിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ബഞ്ച് ഓഫ് തിങ്സ്, ഒരു കൂട്ടം കാര്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഈ മത്സരം ബുദ്ധിമുട്ടേറിയതാക്കി മാറ്റിയത്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് നമ്മൾ ഈ കളി വിജയിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം അവരുടെ ഡിഫൻസിനെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, സ്പേസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളതിനു വേണ്ടി പരിശ്രമിച്ചെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ലക്കിലി ആ ഒരു ഗോള് നമ്മൾ സ്കോർ ചെയ്തു. ദെൻ പിന്നീടും പോരാടി തന്നെയാണ് നിൽക്കേണ്ടി വന്നത്. കളിയിൽ മത്സരം ഒരു ചെറിയ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി, ചെറിയ സ്പേസ് ലഭിച്ചു തുടങ്ങി, ആവശ്യത്തിന് ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചു. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ചില അവസരങ്ങൾ മിസ്സായി പോയി. ബട്ട് ഐ റിപ്പീറ്റ്, ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ വിജയത്തോടുകൂടി മത്സരം, ഈ ഒരു ടൂർണമെൻ്റ് ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തോട് വീണ്ടും ഈ ഒരു ഗ്രൗണ്ടിൻ്റെ സ്ഥിതിവിശേഷത്തെ പറ്റി ചോദിക്കുന്നത്, അറ്റ്ലാന്റയുടെ ഗ്രൗണ്ടാണത്, MLS കളിക്കുന്ന ടീമാണ്. അപ്പോൾ ഗ്രൗണ്ടിനെ കുറിച്ച് വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എപ്പോഴും ഇപ്പം ഗ്രൗണ്ടിൻ്റെ സ്ഥിതിവിശേഷം എന്തായാലും നമ്മൾ ഒരേപോലെ ശ്രമിക്കുകയാണ്, കളി വിജയിക്കാൻ വേണ്ടി ഒരുപോലെയുള്ള എഫേർട്ട് ഇടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അതാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ അതാണ് ഞങ്ങളുടെ ഒരു കളി രീതി. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു തുടക്കത്തിൽ. സ്പേസ് ഒക്കെ അവർ നന്നായിട്ട് ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇത്തരം മത്സരങ്ങളിൽ നമ്മൾ വളരെ പ്രിസൈസ് ആയിരിക്കണം, ലഭ്യമാവുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറായിരിക്കണം. അവിടെയാണ് നമുക്ക് കൂടുതൽ നന്നായിട്ട് മത്സരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ലഭിക്കുന്ന അവസരങ്ങൾ ബോൾ കയ്യിൽ വെച്ച് ഗോളടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷേ അവിടെയാണ് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളതും. ഇതാണിപ്പോൾ ലിയോ മെസ്സി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അതാണ്. അതായത് പിച്ചിന് പ്രശ്നമുണ്ട്, ഗ്രൗണ്ടിന് പ്രശ്നമുണ്ട്. അത് അദ്ദേഹം അങ്ങ് തുറന്ന് വലിയ രൂപത്തിൽ വിമർശനങ്ങളിലേക്ക് പോയിട്ടില്ല. ഇപ്പം അർജന്റീനയുടെ എമി മാർട്ടിനസ് ഒക്കെ തുറന്നടിച്ചങ്ങ് പറഞ്ഞിരിക്കുകയാണല്ലോ. ആ രൂപത്തിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. സ്കലോനിയും ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. പക്ഷെ അങ്ങനെ പറയാൻ മെസ്സി പോയിട്ടില്ലെങ്കിലും മെസ്സി ഒരു കാര്യം പറയുന്നുണ്ട്, പിച്ച് പ്രശ്നമായിരുന്നു, ശരിയാ. പക്ഷെ അത് മാത്രമല്ല, കാനഡ നന്നായിട്ട് കളിച്ചു,
അവർ സ്പേസ് ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം എതിരാളികളുടെ ഏരിയയിലേക്ക് കടന്നു കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് മെസ്സിയുടെ ഒരു നിരീക്ഷണം, പ്രത്യേകിച്ച് ആദ്യ പകുതി. രണ്ടാം പകുതിയിൽ പക്ഷേ ആ ഗോൾ വന്നതോടുകൂടി കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ കളിക്ക് ശേഷം വിലയിരുത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ട് കേട്ടോ.